എന്താണ് ഈ നിമിഷം നിങ്ങൾക്ക് പറയാനുള്ളത്? സന്തോഷം നിർഭലമായ ഒരു നിമിഷമായിട്ടാണ് എനിക്ക് ഇതിനെ കുറിച്ച് കണക്കാക്കപ്പെടുന്നത്. നിങ്ങളെ കാണാൻ പറ്റിയല്ലോ, പ്രമുഖ യൂട്യൂബർ, പ്രമുഖ ബ്ലോഗർ. പിന്നെ ഇവിടെ മൊത്തം കഞ്ചാവ്, ഇതെല്ലാം മാജിക് മഷോ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ലീഗലാ. ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പക്ഷെ ഇതെല്ലാം ലീഗലാ. 350 രൂപയുടെ വെള്ളം, 1/2 ലിറ്റർ വെള്ളം 350 രൂപയാണ് ഇവിടെ. ഇവിടെയൊക്കെ എങ്ങനെയാണ് വെള്ളം മേടിക്കണം? നമ്മുടെ എന്തോരം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കാണാൻ അടിപൊളി. ഇവിടെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതാണ് നമ്മുടെ, ഞാൻ പറഞ്ഞ ക്രൂസ് ഷിപ്പ്. പക്ഷേ ക്രൂസ് ഷിപ്പ് അല്ല, മറ്റേ ഒരു വിൻറ്റേജ് സെറ്റപ്പ്. ഭയങ്കര ഭംഗി. ഭയങ്കര ഡാൻസ്. അല്ല, ടിക്കറ്റ് എടുക്കണ്ടെന്ന് തോന്നണം, അല്ലെങ്കിൽ ഇത്രയും ക്യൂ വരത്തില്ലല്ലോ. കാശ് കൊടുത്ത് എല്ലാവരും ഇതിൻ്റെ അകത്ത് കയറുമോ? നമ്മളെ പോലെ ആവണമെന്നില്ലല്ലോ എല്ലാവരും. അത് വേറൊരു കാര്യം. ഇവിടെ 5 സബ്സ്ക്രൈബേഴ്സ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലും നല്ല വ്യൂസും ഇല്ല, ഇതിലും നല്ല എന്റർടൈൻമെന്റ് നമ്മളെ ട്രിവാൻഡ്രത്ത് സൂയില് പണ്ട് 2ാം ലോകമായതില് അവര് മിസൈൽ വിട്ടതാ. ആ മിസൈൽ പതിക്കുന്ന വലിയ കാര്യമായിട്ട് കാണാമെന്നില്ല. പിന്നെ വീട്ടിൽ എടുക്കണമെന്ന് ഓർത്ത് മാത്രം ഇറങ്ങി പോകുന്നതാണ്. ഹേ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് മറ്റേ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്, ആംസ്റ്റർഡാം ട്രിപ്പിൻ്റെ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ട്യൂലിപ്സ് ഗാർഡനിൽ നിന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എന്തോ ടവറോ എന്തോ സംഭവമാണ്, കറക്റ്റ് അറിയത്തില്ല. പക്ഷെ മൊത്തം മഴക്കാറും കൂടി മൊത്തം ഇരുട്ട്, രാത്രി ആവാറൊരു അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഒരു രസമില്ല. ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കുഴപ്പമില്ല. നമ്മളിവിടെ വന്നു. എടാ, ഇത് എന്നാണ് സംഭവം? എന്ത് മ്യൂസിയം? സയൻസ് മ്യൂസിയം. ഇത് എവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്? ഇപ്പം ഇവിടെ ഫുഡ് സാൻഡൽസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നെയ്യോ എങ്ങനെ സംഭവം ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെയാണ് അപ്പുറമുള്ളത്. വലിയ കാര്യമായിട്ട് കാണാമെന്നില്ല. പിന്നെ വീട്ടെടുക്കണമെന്ന് ഓർത്ത് മാത്രം ഇറങ്ങി പോകുന്നതാണ്. പിന്നെ മഴയും പെയ്യും, അതാണ് ജാക്കറ്റൊക്കെ എടുത്തിട്ടേക്കുന്നത്. ഇന്നത്തെ ദിവസമേ കൊളായി പോയി, മഴ കൊളാക്കി കളഞ്ഞു, കാലാവസ്ഥ കൊളാക്കി കളഞ്ഞു. ചേട്ടാ, ഇവിടെ ടോയ്ലറ്റ് എവിടെയായിരിക്കും? 90 യൂറോ കൊടുത്ത് വന്നിട്ട്, പക്ഷേ സൂര്യൻ ചരിച്ചു, മഴ പെയ്യാം, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് വിൻഡ് മില്ലല്ലേ, അങ്ങനെ എന്താണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ഈ മഴ ആയതുകൊണ്ട് ആകെ ഒരു ചടപ്പായി. ഇപ്പോൾ പോണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളതിൻ്റെ. പിന്നെ ഇത് ഇവിടെ ചെറിയൊരു കനാലാണോ തോടാണ്. ഇത് ആർട്ടിഫിഷ്യലാണോ അതോ നാച്ചുറലി ഉണ്ടായതാണോ അറിയത്തില്ല. ചിലപ്പോൾ ഉണ്ടാക്കിയേക്കുന്നതായിരിക്കും, അറിയത്തില്ല എങ്ങനെയാണ്. ഇത് എവിടേക്ക് ഒരു കണ്ടു മറന്ന് ഏതൊക്കെ കാർട്ടൂണിൽ ഈ സംഭവം ഉണ്ട്. ഈ സാധനം ഞാൻ ഇവിടെ ഈ കാർട്ടൂണിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ക്യാമറയ്ക്കകത്ത് കൃത്യമായിട്ട് കിട്ടുന്നില്ല. കുറേ വിഷാരൊക്കെ ഉണ്ട്. ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്, മാപ്പിൽ ഞാൻ കാണിച്ചു തരാം. മാപ്പിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്താ സംഭവം അറിയത്തില്ല. എന്തിൻ്റെ മാപ്പാണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ സംഭവത്തിൻ്റെ ഒക്കെ മാപ്പാണ്. പശു എന്താണെന്ന് അറിയത്തില്ല. പശു ഉള്ളവർ പോസ് ചെയ്ത് വായിക്കുക. ഇവിടെ ഇവിടെ ഇതിൻ്റെ മാപ്പ്, ഈ സ്ഥലത്തിൻ്റെ മാപ്പാണ് കൊടുത്തിരുന്നത്. മൊത്തം സ്ഥലത്തിൻ്റെ മാപ്പ്. പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. പിന്നെ ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ചരിത്രമാണെന്ന് തോന്നുന്നു. വായിക്കേണ്ടവർ പോസ് ചെയ്ത് വായിക്കുക. ഇവിടെ എല്ലായിടത്തുണ്ട് കല്ലും. ആരുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല, കാരണം ഡാറ്റ ഷൂട്ട്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഫേസ് ആരെയും കാണിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴും ഈ നിലത്ത് കുത്തിപ്പിടിച്ചോണ്ട് ഇതാ മരം വന്നേ, ഒരാളുടെ ദീപൊക്കെ വന്നു, കനാലും പോകുന്നുണ്ട്. ഇതൊക്കെ എവിടെയോ കണ്ടിട്ടുണ്ട്, എങ്ങനെ സംഭവമൊന്നും അറിയത്തില്ല. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. കാരണം ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നതിലും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ചെറിയ പിള്ളേരുടെ ഒന്നും എടുക്കാതിരുന്നാൽ മതി. പെർമിഷനൊക്കെ വേണ്ടി എടുക്കാം. കല്ലിങ്ങനെ നക്ഷത്രം പോലെ കിട്ടിയിട്ട്, അത് പണ്ട് 2ാം ലോകമായതില് അവര് മിസൈൽ വിട്ടതാ. ആ മിസൈൽ പതിക്കുന്നിടത്ത് എടീ ഇതുപോലത്തെ വീഡിയോ ഏതോ കാർട്ടൂണില്ലേ, ഒരു പട്ടിയുടെ ഒരു പഴയ ഒരു കാർട്ടൂണില്ലേ, താറാവ് വയ്ക്കുന്നുണ്ട്. നീയായിരുന്നു ഇത്? ഞാൻ ഓർത്ത് ഇത് ആരാന്ന്. പിന്നെ പേടിയൊന്നും ഇല്ല കേട്ടോ, അടുത്ത് നിന്നാലും കുഴപ്പമൊന്നുമില്ല. എടാ ഇത് അതെന്നാ സാധനം? അത് താറാവ് അല്ലല്ലോ. എടാ ഇത് കോഴിക്കുഞ്ഞല്ലോ. താറാവിന് അതിൻ്റെ തന്നെ കുഞ്ഞാലേ, പക്ഷെ ഇതന്നെ ഈ കളറ്.
ഇവിടെ തന്നെ മേക്കപ്പ് റീൽസ് എടുക്കായിരുന്നു. ഫോട്ടോ എടുക്കും പരിപാടികളെ വരുന്നോ? അപ്പൊ നമ്മൾ ഈ സാധനത്തിന്റെ ഒക്കെ അടുത്തെത്തി. ഇതാണ് ശരിക്കുള്ള സാധനം. ഇതൊരു പാല കയറിയാ പോകുന്നത്. പാലൊക്കെ പൊളിഞ്ഞ് താഴെ പോണം. നാക്ക് വിളിച്ച് പറയാതാ. ഇത് മറ്റേ സാധനം നമ്മള് പണ്ട് കണ്ടത്തിലൊക്കെ മറ്റേ വെള്ളം കയറ്റാനായിട്ട് തോട്ടീന്ന് വെള്ളം കയറ്റത്തില്ല. ഇത്രയും തിരക്ക് ഇവിടെ എന്തിനാ? അത് അതിന് മാത്രമുള്ള ഹൈപ്പിനുള്ളതൊന്നും ഇല്ല. ഓക്കെ ഓക്കെ മനസ്സിലാവുന്നുള്ളൂ. ഇതിന്റെ സാധനമാണ്. എന്തൊരു മൃഗം ആടാണത്. ഇതുണ്ട്. ഈ സാധനം കാണാനാണ് ആക്ച്വലി നമ്മൾ വന്നത്. പിന്നെ ഇവിടെ സാൻഡൽവുഡ്സ് ഉണ്ട്. ഇതെന്തിനാ ഇവര് ക്യൂ നിൽക്കുന്നത്? ഇതാണ് സാൻഡൽ. ഇത് ഇവിടെയാണ് നെയ്യ് ഉണ്ടാക്കുന്നേ. ഹലോ രഞ്ജിത്തിന്റെ സബ്സ്ക്രൈബേഴ്സ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലും നല്ല വ്യൂസും ഇല്ല, ഇതിലും നല്ല എന്റർടൈൻമെന്റ് നമ്മുടെ ട്രിവാൻഡ്രത്ത് സൂയില് ഇതുണ്ടോ? ഫ്ലാഗ് ഉണ്ട്. എടാ ടിക്കറ്റ് ഉണ്ട്. എടാ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടാ? ടിക്കറ്റ് അല്ല, അവിടെ കയ്യിലോട്ട് കൊടുക്കുക. എടാ ചീസാടാ. നോക്കാം. ചീസ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം. നല്ല രസമുണ്ട്. ഇതുണ്ടോ? ദീപക്കിന് കിട്ടി. താങ്ക് യു. It's like cheese, but a little bit different. It's like a little bit older. ഇതിൽ പഴയ Like that. എനിക്ക് വലിയൊന്നും തോന്നുന്നില്ല. അറിയത്തില്ല. ഒരുപാട് ഭാഷകൾ സംസാരിക്കണം. അതിന്റെ ഉള്ളില് ശരിക്കും കുറെ പേരെ കയറ്റിയേക്കാണ് ഇപ്പം. പിന്നെ അവർ പുറത്ത് ഇറങ്ങിയിട്ട് വേണം നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാൻ. സംഭവം വരുന്നത് ഇതിന് ആൾക്കാർ ഇറങ്ങി വരും. എൻട്രൻസ് അതില്, എക്സിറ്റ് ഇതില്. പക്ഷെ അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ഉള്ളിലേക്ക് കയറി. ഇതെന്നാ ഉള്ളതെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. ഇവിടെ ചീസ്. ഇതാണ് അപ്പോൾ ഇവിടുത്തെ ചീസ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. ഓരോ പലതരം ചീസ്. ഇത് ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല എന്താണ്. നമ്മളങ്ങനെ പൊതുവെ എനിക്ക് വലിയ ചീസിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടായിരിക്കാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് വലിയ കാര്യമായിട്ട് ഇതായിട്ട് തോന്നാത്ത. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. ടൂറിസ്റ്റ് പല പല സാധനങ്ങളുണ്ട്. ഇവിടെ സുവനീർ ഉണ്ടോ? ഇവിടെ സുവനീർ ഒന്നും ഇല്ല അല്ലേ? സുവനീർ ഒന്നും മേടിക്കാറുണ്ട്. എടാ ഉണ്ടറാ സുവനീർ 3.5 യൂറോ. ഇതിന് ചെരുപ്പ്. എടാ ഇതാണ് ഇവരുടെ മെയിൻ സാധനം. മറ്റേ വുഡൻ 3.5 യൂറോയാണ് കീ ചെയിനൊക്കെ വരുന്നത്. ഇവിടെ വലിയ കുപ്പി ഇവിടെ മറ്റേ സാധനമുള്ളത്. പക്ഷെ അത് കറങ്ങുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്തെങ്കിലും കിട്ടുമെന്ന് അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പം ഇവിടെ എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊരു സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ? പാൽപാത്രമൊക്കെ വെച്ച് ഇങ്ങനെ സൈക്കിളുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. എല്ലാവർക്കും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. എല്ലാം വരുന്നതിന് മൂന്നേരം എല്ലാം ഫോട്ടോ ഒക്കെ എടുക്കണം. ഒരുപാട് ചൈനക്കാരൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ചൈനക്കാരുണ്ട് ഇവിടെ. ഇതാണ് നമ്മൾ അവിടെ വെച്ച് കണ്ടത്. ഇതിന്റെ മണ്ടേ കയറാൻ പറ്റും. പക്ഷെ ടിക്കറ്റ് എടുക്കണമെന്ന് ഭയങ്കര ക്യൂ ആ. അല്ല ടിക്കറ്റ് എടുക്കണ്ടെന്ന് തോന്നണം. അല്ലെങ്കിൽ ഇത്രയും ക്യൂ വരത്തില്ലല്ലോ. കാശ് കൊടുത്ത് എല്ലാവരും ഇതിൻ്റെ അകത്ത് കയറുമോ? അല്ല നമ്മളെ പോലെ ആവണമെന്നില്ലല്ലോ എല്ലാവരും. അത് വേറൊരു കാര്യം. ഇവിടെ വന്നല്ലോ എന്തായാലും. അവിടെ എല്ലായിടത്തും ഉണ്ട്. ഇതിലിങ്ങനെ മുകളിലും താഴെയായിട്ട് വഴിയാ. മുകളിലും താഴെയും വഴിയുണ്ട് കേട്ടോ. ഇനി ഇതിലെല്ലാം ഇങ്ങനെ തോടായിട്ട് വിട്ടേക്കുക. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഷോറയും തീർന്നു പോയായിരുന്നു. സൈക്കിളുകാരെ കൊണ്ട് വലിയ കഷ്ടമാണ്. സൈക്കിളിൻ്റെ ഇടയ്ക്കൂടെ സൈക്കിൾ പോകും, സ്കൂട്ടി പോകും. ഇവർ റെന്റിന് എടുക്കണയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കുറേ പേര് ഇങ്ങനെ പോകുന്നുണ്ട് സൈക്കിളിന്. അറിയത്തില്ല. റോഡ് നോക്കി ചാടിയില്ലെങ്കിൽ നേരെ തൊട്ടി പോയി കിടക്കും. എന്തോരം ആഴമുണ്ടെന്നൊന്നും അറിയത്തില്ല. ഇതെനിക്ക് തോന്നുന്നു ഇത് ചതുപ്പാന്ന് തോന്നുന്നു. ഇത് മൊത്തം കണ്ടം. അയ്യോ, ഇനി ഒരു സ്ഥലം കൂടി ഉണ്ട്. ഇനി ആംസ്റ്റർഡാം സിറ്റിയും കൂടെ കണ്ട നമ്മുടെ നെതർലാൻഡ്സ് ട്രിപ്പ് ഇവിടെ അവസാനിക്കും. നാളെ വെളുപ്പിനല്ലേ നമ്മൾ ചെല്ലുന്നേ? നാളെ വെളുപ്പിനാന്ന് തോന്നുന്നു നമ്മൾ. ഇതുപോലെ തന്നെ കുറേ അപ്പുറത്തേക്കുണ്ട്. പക്ഷെ വേറെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ഇതാണ് എൻ്റെ സൈഡ് വ്യൂ. പക്ഷെ ഇത് രസമുണ്ട്. ഇത് കുളമല്ല, ലേക്കാന്ന് തോന്നുന്നു. അറിയത്തില്ല എന്നെ. അവിടെ ബോട്ട് കഴിഞ്ഞ ആൾക്കാർ കൊണ്ട്
ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ. ഇന്ന് മണ്ട കയറത്തില്ല, അതിൻ്റെ അപ്പുറത്തേൻ്റെ മണ്ട കയറാൻ പറ്റും. പിള്ളേർ നിൽക്കുന്നതല്ലേ, അപ്പോൾ പിള്ളേർക്ക് പക്ഷെ ഇവിടുന്നാണ് ബോട്ട് യാത്ര തുടങ്ങുന്നത്. ഇത് താറാവണ്ണാര തന്നെയാണ്, താറാവെന്ന് തോന്നുന്നു. താറ പോലത്തെ എന്തൊരു സാധനമാണ്, അറിയത്തില്ല എന്താണ്. കണ്ടോ, നല്ല പച്ച കളർ എല്ലാ ബിൽഡിങ്ങിനും, അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ക്യാമറയിൽ അത്രയും കിട്ടുന്നില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പുതിയ രാജ്യത്തുനിന്ന് വന്നതല്ലേ, അപ്പോൾ ഒരു സുവനീർ മേടിച്ചിട്ട് വന്നോർത്തു. കുറേ സുവനീറുണ്ട്. ഇപ്പോൾ ഏതെടുക്കുമെന്ന് സംശയമായിട്ട് ഇങ്ങനെ ഇരിക്കുക, ഒരുപാടുണ്ട്. ഇവിടെ വുഡൻ സാൻഡൽസ് ഒക്കെ നിർമ്മിക്കുന്നതുകൊണ്ടാണ് ഇതുണ്ടോ, വേറെ ഫ്ലാഗിൻ്റെ കളറൊക്കെ തന്നെ കൊടുത്തിട്ട് കുറേ സംഭവമുണ്ട്. ഞാൻ ആ മാഗ്നറ്റ് മേടിക്കാൻ നോക്കട്ടെ. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിന് 4 യൂറോന്ന് തോന്നുന്നു, അതിന് മാഗ്നറ്റ് 4 യൂറോന്ന് തോന്നുന്നു. ഏതാ നല്ലത് നോക്കട്ടെ. നല്ല മാഗ്നറ്റാ. ഇതെടുക്കണോ അതോ വേറെ ഏതെടുക്കണോ? ഒരുപാടുണ്ട്. പിന്നെ 4 യൂറോ, ഇതെല്ലാം 4 യൂറോന്ന് തോന്നുന്നു. ഇതെല്ലാം ഇച്ചിരണല്ലോ, ഇതെടുക്കാം. അവിടെ വെച്ചു. ഇതൊക്കെ കുറേ ഉണ്ട്, ഇതെടുക്കാന്ന് ഓർത്തു. ഇതെടുക്കല്ലേ, ഇതോളാം. 4 യൂറോയാണ് ഇതിന്. 4 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം 450 രൂപ അടുത്ത് വരും. സീനില്ല, നമ്മളൊരു പുതിയ രാജ്യത്ത് നിന്നില്ല, അപ്പോൾ നമ്മളിത് മേടിക്കാതെ വേണം മണ്ടത്തരം. ഇത് കറങ്ങുമൊക്കെ ചെയ്യും. കൊള്ളാം, ഇത് പറഞ്ഞിരിക്കട്ടെ. ഓക്കെ, ഇത് ബെക്സാനം ചെയ്തിട്ട് വരാം. ഓർമ്മയോട് എടുത്തേക്കാം. എന്തായാലും ഇവിടെ വന്നതല്ലേ, അപ്പോൾ പിന്നെ ഇതോടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതോടെ അങ്ങ് എടുക്കാം. ഇതാണ് ഇവിടുത്തെ സംഭവം ശരിക്കും. ഇതോടെ എടുത്തേക്കാം. ജസ്റ്റ് നമ്മൾ നെതർലാൻഡ്സ് വന്നിട്ട് 2 സോനീർ എടുത്തിട്ടുണ്ട്. ഇനി അപ്പുറം ചെല്ലുവാണെങ്കിൽ ഇങ്ങനത്തെ സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ചിലപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും ചെന്ന് ആംസ്റ്റർഡാമിൽ വേറെ കിട്ടി അവിടെ നിന്ന് ഞാൻ എടുക്കും. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. സാരില്ല, പോവാം. ഓക്കെ, ഇത് 2 എടുത്തു. ഒരുപാട് സാധനങ്ങളുണ്ട്, ഇപ്പോൾ കാണിക്കുന്നില്ല കാരണം ബസ് എടുക്കാറായി. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഓടി പോകും. എന്താ പോയി കഴിഞ്ഞ് പ്ലേറ്റ് പോലത്തെ ചെല്ലനെ. ഇനി പെട്ടെന്ന് ബസ്സിൽ കയറുക, വീട്ടിൽ പോവുക. അല്ല, വീട്ടിലേക്കല്ല, ഇനി അടുത്ത് ആംസ്റ്റർഡാം സിറ്റി കാണാനാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കുറേ ജ്വല്ലറി ഇനി നേരെ പെട്ടെന്ന് പോവുക. ഇപ്പോൾ ഇനിയിപ്പോൾ നേരെ പോണത് ആംസ്റ്റർഡാമിലേക്കാണ്. അപ്പോൾ നമ്മൾ ട്യൂലിപ്സ് കണ്ടു, പിന്നെ മറ്റേ സംഭവം കണ്ടു. അതിൻ്റെ പേര് അറിയത്തില്ല എന്നാണ്, പിന്നെ സാൻഷാൻ അങ്ങനെ എന്തൊരു സംഭവമാണ്. അവിടെ എല്ലാം രണ്ടിടത്തും കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ആംസ്റ്റർഡാമിലേക്ക്. അവിടെ ബോട്ടിങ് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ, ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് ഇനിയിപ്പോൾ പോകുന്നത്. വൈകുന്നേരം 4 മണിയാകുമ്പോൾ അവിടെ ചെല്ലും. 4 മണി തൊട്ട് 9 മണി നമുക്ക് സമയമുണ്ട്. 9 മണിയാകുമ്പോൾ നമുക്ക് തിരിച്ചു വന്നാൽ മതി. അപ്പോൾ നമ്മൾ ആംസ്റ്റർഡാം എത്തി. ഇപ്പോൾ റോഡ് ക്രോസ് കണ്ടിരിക്കുക, ഭയങ്കര തിരക്കാണ്. ഇവിടെ ബാഗ് ഉണ്ടോ? ഇല്ലില്ല. 9 മണി വരെ നമ്മൾ ഇതിൽ നടക്കണം. 9 മണിക്കാണ് നമ്മൾ തിരിച്ച് കയറുന്നത്. ട്രാമൊക്കെ റോട്ടിൽ കൂടെ ഉണ്ടോ? ഇപ്പോൾ ട്രാം എടുത്തോണ്ട് പോകും. ഇവര് നോക്കിയും കണ്ട് ഓടിച്ചില്ലെങ്കിൽ സാധനം ഇടിച്ചിട്ടുണ്ട് പോകും. അതാണ് ഇവിടുത്തെ വേറൊരു പ്രശ്നം. ഇത് പോട്ടെ, ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് അറിയത്തില്ല. ക്രൂസ് ഷിപ്പ് അങ്ങനെ കുറേ ഷിപ്പുകളൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ. ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇതാണ് ഇവിടുത്തെ ലേക്ക്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ മറ്റേ നമുക്ക് ബോട്ടിലൊക്കെ പോകാൻ പറ്റും. ബോട്ടിൽ യാത്രയൊക്കെ ഉണ്ട്. ഇതിന് 16 യൂറോ അങ്ങനെ എന്താണ് പറയുന്നത്. ഗ്രൂപ്പായിട്ട് എടുത്ത് എന്താ ഓഫർ കിട്ടുമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അറിയത്തില്ല, കറക്റ്റ് അറിയത്തില്ല. അങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെ കുറേ ബിൽഡിങ്ങുകളുണ്ട്. ഇപ്പം എങ്ങോട്ട് പോകണേന്നൊന്നും അറിയത്തില്ല. ഇത്ര സമയമുണ്ട്. ഇവിടെ എന്തൊക്കെയോ കുറേ കാണാനുണ്ട്. പിന്നെ കുറേ പിടിച്ചുപറിക്കാരും കള്ളന്മാരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അറിയത്തില്ല. എല്ലാം സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണം, ഇല്ലെങ്കിൽ പിടിച്ചു പറിച്ചുകൊണ്ട് വരെ പോകുന്ന പറഞ്ഞത്. അത് നമ്മൾ സൂക്ഷിച്ചൊക്കെ നടന്നില്ലെങ്കിൽ സാധനങ്ങൾ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആരും നമുക്കൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടെ ഉള്ളവരൊന്നും അല്ല, ഇവിടെ നാട്ടുകാരെ ഒന്നുമല്ല. ഇതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഒന്നെങ്കിൽ ആ പാലം വഴി കടക്കാൻ പറ്റത്തുള്ളൂ. ഇത് സ്പീഡ് ബോട്ടാന്ന് തോന്നുന്നത്, അറിയത്തില്ല. ഒരാൾക്ക് ഇരിക്കും. അല്ല, അത് വേറെന്തോ ബോട്ടാന്ന് തോന്നുന്നു. ഇവിടെ ആ പാലം വഴി നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റത്തുള്ളൂ. അത് ബിയറാണ്. ഒക്കെ ഉണ്ട്.
പക്ഷെ രസമുണ്ട് കാണാൻ മൊത്തത്തിൽ. പുതിയൊരു രാജ്യമല്ലേ, അപ്പോൾ അതിൻ്റെതായ രസമുണ്ട്. കൊള്ളാം എന്തായാലും. ഇതിൽ വേറെ എന്തെങ്കിലും കാണാണ്ടോ നോക്കട്ടെ. ഓക്കെ, ഒരു ക്രോസോണ്ട് പോലത്തെ ഒരു സാധനം മേടിച്ചത്, എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രാൻസിൻ്റെ എന്താ സംഭവമാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, അടിപൊളി. ഇതാണ് കനാൽ ടൂർ, അല്ല കനാൽ ട്രിപ്പ്. പക്ഷെ അതിൻ്റെ അകത്തിരുന്ന വെയിലൊക്കെയാണ് കൊട്ട വെയിൽ അടിക്കുന്നത്. ഇതിങ്ങനെ നടന്ന് ഇതുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ക്യാമറയിൽ അത്ര ഇതായിട്ട് കിട്ടുന്നില്ല. അവിടെ കുറെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇങ്ങോട്ടേക്ക് പോവാ, അല്ല എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല, എങ്ങോട്ടേലൊക്കെ പോവാം. അപ്പൊ നമ്മളിവിടെ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കാണാൻ, കണ്ടോ, ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. എന്തോ ഞാനിങ്ങനെ ഇറ്റലിയുടെ ഒക്കെ കുറെ വീഡിയോസിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ അല്ലാണ്ട് നെതർലാൻഡ്സ് ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ട്രാമൊക്കെ പോകുന്നുണ്ട് റോഡിൽ കൂടെ. പിന്നെ ഇത് സൈക്കിളിന് വേണ്ടി തന്നെ ഒരു പാത്തുണ്ട്, കണ്ടോ. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ നമ്മള്? എടാ ഏബൽ എങ്ങോട്ടാ പോകുന്നേ? കളയാൻ വേണ്ടിയാണോ? ആ ഓക്കെ. ഞാൻ അവിടെ പോയി ഫോട്ടോ എടുക്കാം ഗൈസ്. ക്രോസ് ചെയ്യാം. എടാ അവിടെ ക്രോസ് ചെയ്യാൻ പാടില്ലാന്നേ ഇപ്പോ. ഗൈസ് കണ്ടോ, ഇവിടെ നമുക്ക് കനാൽ ട്രിപ്പ് പോകുന്നത് കാണാൻ പറ്റും. ഇതിലിങ്ങനെ വണ്ടിയിൽ പോകുന്നത് ഇങ്ങനെ കാണാം, പക്ഷെ വണ്ടിയിൽ പോയിട്ട് ബോട്ടിൽ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. ഇപ്പൊ പെട്ടെന്നൊരു മഴയൊക്കെ പെയ്ത് എന്ത് ചെയ്യൂലേ, നല്ല രസമുണ്ട് കാണാൻ. ഇതിന് ക്യാമറയിൽ അങ്ങനെ കിട്ടുന്നില്ല, പക്ഷെ അതാണ് പ്രശ്നം. ക്യാമറയിൽ നല്ലോണം കിട്ടുന്നില്ല, അല്ലാണ്ട് നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ. ലൈറ്റ് എവിടുന്ന? ലൈറ്റ് പുറകിൽ നിന്നാണോ? ലൈറ്റ് അവിടുന്ന്, അതാണ് പ്രശ്നം. ഇതൊക്കെ നമ്മൾ ഇവിടെ ഉള്ള കേട്ടോ, ലൈറ്റൊക്കെ പുറകിൽ നിന്ന്, അതുകൊണ്ടാണ് പ്രശ്നം. അല്ലേ കുഴപ്പമില്ലായിരുന്നു. പൈസ കണ്ടോ, നെതർലാൻഡ്സ്, അത് ആംസ്റ്റർഡാമിന്റെ ഭംഗി ഭയങ്കര രസമുണ്ട് കാണാൻ. ഭയങ്കര രസം എന്ന് പറയാൻ ഭയങ്കര ഭംഗി ഉണ്ടോ. ഈ ബിൽഡിങ്സ് ഒക്കെയാണ് ശരിക്കും. ഈ കനാൽ ക്രൂസ് ഒക്കെ കയറണം എന്നുണ്ട്, കയറുമോ? ചിലപ്പോൾ കയറും, ചിലപ്പോൾ കയറില്ല. ആ ഒരു മൈൻഡിലായി നിൽക്കുന്നത്. ഒരുപാട് വണ്ടിയുണ്ട്. പിങ്ക് വണ്ടി അവന്മാരങ്ങോട്ട് പോയി, നേരെ പോയി. ഈ പിങ്ക് വണ്ടിയാണ്, നല്ല രസമുണ്ട്. കുറേ കളറുണ്ട്, നല്ല രസമുണ്ടല്ലേ കാണാൻ. മൊത്തത്തിൽ ഈ ബിൽഡിങ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ബിൽഡിങ്സിന്റെ സ്ട്രക്ചറൊക്കെ ഒരു വിൻറ്റേജ് സെറ്റപ്പ്, ഭയങ്കര ഭംഗി. ഇത് പള്ളിയാന്ന് തോന്നുന്നു, ഇതൊരു പള്ളിയാന്ന് തോന്നുന്നു. മൊത്തത്തില് അടിപൊളി. കണ്ടോ ഇവിടെയൊക്കെ ഭയങ്കര ക്രൗഡാ. കാരണം ഒന്നാമത് ഇന്ന് ശനിയാഴ്ച ആണല്ലോ, വീക്കെൻഡ് ആണ്. അപ്പൊ നല്ല ക്രൗഡ്. അറിയത്തില്ല എന്തൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ വന്നു, ഇവിടെ കുറെ സോനീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് ചോദിച്ചാൽ കുറെ കഞ്ചാവ്. ഇവിടെയൊക്കെ കഞ്ചാവ് ലീഗലാണ്, അതാണ് കഞ്ചാവ്. അയ്യോ, ഇവിടെ ഒന്നും കാണിക്കുന്നുള്ളതില്ല. പിന്നെ ഇവിടെ ഒട്ടം കഞ്ചാവ്, പിന്നെ അങ്ങനെ കുറെ കപ്പ്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഞാനിങ്ങനെ സുനീർ തപ്പി നടക്കുക, ആംസ്റ്റർഡാമിൽ എന്തെങ്കിലും കിട്ടുമെന്ന്. നമ്മളിങ്ങനെ നടന്ന് എങ്ങോട്ടാ പോയി? എന്നാ ആനി ബസന്റോ എന്നാ പേര്? ആനീസ് മ്യൂസിയോ. എന്തൊരു മ്യൂസിയത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ ഒന്നും വലിയ തിരക്കില്ല, പക്ഷെ അപ്പുറക്കൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ ഒന്നും വലിയ തിരക്കൊന്നുമില്ല. ഇങ്ങനെ പൈസ പോ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എങ്ങോട്ടാന്ന് അറിയത്തില്ല. മറ്റേ മ്യൂസിയത്തിലേക്ക് ഇവിടുന്ന് ദൂരമുണ്ട്. നടന്ന് മടുത്തു. ഇന്ന് നടന്നതിനൊരു കണക്കില്ല, അത്രയ്ക്ക് ദൂരം നടന്നു. ഇവിടെ ചെറിയ ബോട്ടൊക്കെ കിടപ്പുണ്ട്. ഇപ്പോഴാണ് വെയിൽ വരുന്നത്. ഇത്രയും നേരം ഇരുന്നിട്ട് ഇപ്പോഴാണ് വെയിലിന് വരാൻ കണ്ട സമയം. അതാണ് പ്രശ്നം. കറക്റ്റ് സമയത്ത് അന്നേരമൊക്കെ വരിട്ടാണെങ്കിൽ അടിപൊളി ഫോട്ടോ എടുക്കാറുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഫോണിലെല്ലാം തന്നെ ഫോണിലെ ചാർജും തീർന്നു, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ ട്യൂലിപ്സ് നിൽപ്പുണ്ട്. ഇവിടെ ഓരോ ചട്ടിയിലൊക്കെ നട്ടിട്ടുണ്ട്. സമയമുണ്ട് ഇനി ഇഷ്ടം പോലെ. ഇപ്പം സമയം എത്രയും? സമയം 5:30 ആയുള്ളൂ. 9 മണി വരെ സമയമുണ്ട്. ഇനിയുണ്ട് 3-3.5 മണിക്കൂർ സമയമുണ്ട്. 3.5 മണിക്കൂർ സമയമുണ്ട് ഇനി. സീനില്ല.
പൊടി പോകുന്നുണ്ട്. ആ 1 കിലോമീറ്ററായി. പക്ഷേ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ക്രൂസ് ഷിപ്പ്. പക്ഷേ ക്രൂസ് ഷിപ്പ് അല്ല, മറ്റേ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് എവിടെയാണെന്ന് നോക്കി. നോക്കാം. ഒരു സെക്കൻഡേ, ഈ വീഡിയോ നിർത്തട്ടെ. കണ്ടോ, ഇതാണ് സംഭവം. ഇതാണ് ആംസ്റ്റർഡാമിന്റെ ഭംഗി. കണ്ടോ, എൻ്റെ ഫോണിലോ അടിപൊളിയാണ് ഇവിടെ. അതായത് ഇപ്പം ഈ വെയിൽ കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി കൂടിയത്. ഇവിടെ ക്യാമറ പിടിച്ച കാര്യത്തിനുണ്ടായിരുന്നല്ലോ. ഹലോ, മാപ്പ് പിടിച്ചൊരുത്തൻ പോയാൽ അവൻ നാട് കിട്ടും. ആ, നീ എവിടെയാണോ? ഒരുത്തൻ നോക്കിയാണ് ഞാനിവിടെ നിൽക്കണേ. അയ്യോ, ഇപ്പൊ ലൈറ്റ് അടിഞ്ഞാൽ ഭയങ്കര ഭംഗി. ഈ ബിൽഡിങ്ങിലേക്കെല്ലാം വെട്ടമടിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. കിട്ടില്ല. പക്ഷെ മുന്നോട്ട് നടക്കുന്തോറും ഓരോരോ സ്പോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം എല്ലാം വീഡിയോ എടുക്കാൻ തോന്നുന്നു. എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്നത്, പക്ഷേ ഇതെല്ലാം വേറെ വേറെ സ്ഥലമാണ്. അതായത് ഒരുപാട് കനാൽസ് ഉണ്ട് ഇവിടെ. ഈ കനാലിൽ കൂടെയാണ് എല്ലാം പോകുന്നത്. കണ്ടോ, അടിപൊളിയാണ് ഇവിടെ ഫുള്ള് മൊത്തത്തിൽ. അതായത് ഭയങ്കര ആ വെയിൽ തെളിഞ്ഞപ്പോഴാണ് അത് ആ ബിൽഡിങ്ങിലെല്ലാം വെട്ടമൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഈ ക്യാമറയിൽ എന്തോരം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കാണാൻ അടിപൊളി. ഇവിടെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. മസ്റ്റ് വിസിറ്റ്. നെതർലാൻഡ്സ് വന്ന് ആംസ്റ്റർഡാം വരാണ്ടെന്നാലും ആരും പോകത്തില്ല. ആംസ്റ്റർഡാമാണല്ലോ മെയിൻ ഇവിടെ. പിന്നെ ട്യൂലിപ്സും. പിന്നെ ഇവിടെ മൊത്തം കഞ്ചാവ്, ഇതെല്ലാം മാജിക് മഷറൂം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ലീഗലാണ്. ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പക്ഷേ ഇതെല്ലാം ലീഗലാണ്. അപ്പോൾ പിന്നെ നമ്മളെല്ലാം സൂക്ഷിച്ച് നടക്കണം. ഇവിടെ ഉള്ളവർ എങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണം. പിടിച്ചുപറി, തട്ടിപ്പറി, അടിച്ചുകൊണ്ട് പോക്ക് എല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാം സൂക്ഷിച്ച് വേണം നടക്കാൻ. 2 ഫോണാണ്. ഓക്കെ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലായിരിക്കും. ഇതിങ്ങനെ ആക്ച്വലി ശരിക്കും ഈ ബിൽഡിങ് ഈ ഫ്രണ്ടോട്ട് ഇങ്ങനെ കൂപ്പ് കുത്തി നിൽക്കുന്നേ. മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇതെന്താ ഇങ്ങനെയെന്ന് അറിയത്തില്ല. ഈ ബിൽഡിങ് മാത്രം ഇങ്ങനെ ഇങ്ങനെ നിൽക്കേണ്ട ബിൽഡിങ് ഇങ്ങനെയാണ് നിൽക്കുന്നത്, ചെരിഞ്ഞ്. ഇതിന്റെ പണിതേക്കുന്നതാണോ അത് എൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ബിൽഡിങ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പോഴാണ് കുറച്ച് തിരക്ക് കുറഞ്ഞൊന്ന് ശാന്തമായത്. ഇത്ര നേരം ഭയങ്കര റഷായിരുന്നു. സമയം ഏകദേശം 6:15 ഇരുട്ടിയിട്ടൊന്നുമില്ല, ഇരുട്ടല്ല, എന്തായാലും 8 മണിയൊക്കെ കഴിയും. ആ ബിൽഡിംഗ് ഒക്കെ എങ്ങനെയാ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്നത്. എടാ, ആ ബിൽഡിംഗ് ഒക്കെ അങ്ങനെ തന്നെയാ. ഇതല്ലേ, ഇവിടെ അല്ലേ ഒരു ചെരിവുണ്ട്. ഇതിനി ഇങ്ങനെ എനിക്ക് സംഭവം അറിയില്ല. ഇനി ഇതിങ്ങനെ പണിതേക്കുന്നതാണോ അതോ മനസ്സിലാവുന്നില്ല എന്താണോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ മറ്റേ ഇതിന് എന്നാ പറയുന്നേ? ഇപ്പം നമ്മൾ പോകുന്ന സാധനത്തിന് എന്നാ പറയുന്നേ? ക്രൂസിന് പോകാം ഗൈസ്, കപ്പലിൽ. എത്ര? 16 യൂറോ. 16 യൂറോ അല്ലേ? 16 യൂറോ സംതിങ് ആണ് അതിന് വരുന്നത്. 1 മണിക്കൂർ. അപ്പോൾ നമുക്ക് ഈ ആംസ്റ്റർഡാം സിറ്റി മൊത്തം നമുക്ക് ചുറ്റിനും കാണാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. 17 യൂറോ 50 സെൻറ്റ്, ഏകദേശം 1900-2000 അടുത്ത്. 1 മണിക്കൂറാണ്. അതേ താഴെ കിടക്കുന്നതാണ് ഷിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ബോട്ട്. നമ്മുടെ നാട്ടിൽ ഹൗസ് ബോട്ട് എന്നൊക്കെ പറയത്തില്ലേ? ഹൗസ് ബോട്ടൊന്നും പറയാൻ പറ്റില്ല അല്ലേ? വെയിലടിക്കും. 1 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഇതാണ് സംഭവം. ഓക്കെ, കൊള്ളാം. അതിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കി കാണിക്കാം. അതിൻ്റെ അകത്തേക്ക് കയറി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈഡ് സീറ്റ് ഒന്നും കിട്ടത്തില്ല. നമുക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഇരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അറിയത്തില്ല, എവിടെയെല്ലാം കയറി ഒന്നും ചെയ്യാനില്ല. എന്തൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഒരു ഇയർ ഹെഡ്സെറ്റും കിട്ടിയിട്ടുണ്ട്, വയേർഡ് ഹെഡ്സെറ്റ്. എന്തിനാണെന്നറിയത്തില്ല ഇത്. അതാണ് ബോട്ടിന്റെ ഉൾവശം. പക്ഷേ സൈഡ് സീറ്റ് കിട്ടാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നോക്കട്ടെ. അതായത് വേറെ ആരുടെ ഫേസ് ഒന്നും എടുക്കരുതെന്ന് അവർ തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം ഇവരെല്ലാം ഫ്രണ്ടിലിരിക്കുമല്ലോ. അപ്പോൾ നമുക്കങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല, സൈഡ് സീറ്റ് കയറി നമുക്ക് വീഡിയോ എടുക്കാമായിരുന്നു, എല്ലാം കാണിച്ചുകൊണ്ടൊക്കെ പോകുമായിരുന്നൊന്നും. ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ലോ ആയിട്ട് സംസാരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല. കഴിച്ചപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് കയറി. റൂം റാപ്പ് മേടിച്ചു. ഇത് നമ്മുടെ സാധാരണ നമ്മൾ കഴിക്കുന്ന ഡോണർ ഉണ്ടല്ലോ, ഡോണറിൻ്റെ റൂമിലുള്ളതെന്ന് വ്യത്യാസമുള്ളൂ. മറ്റേത് കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് മേടിച്ചു, അത്രേ ഉള്ളൂ. ഇതിന് 9 യൂറോ കേട്ടോ ഇവിടെ. പക്ഷെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്.
കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് അതിന്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വരുന്ന ബീഫാണ് ചിക്കൻ ഉണ്ട്. 250 രൂപയാണ്. ഇത് ബീഫാണ്. കുഴപ്പമില്ല, തരക്കേടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ലോങ്ങസ്റ്റ് സ്വിങ് ലോങ്ങസ്റ്റ് സ്വിങ് കാണോ? ഏറ്റവും മുണ്ടേക്ക് കാണാം. ഞാനിതിൻ്റെ പുറത്തെ വ്യൂ. ഇവിടെ കുറേ ഷിപ്പൊക്കെ പോകുന്നുണ്ട്. നമ്മളെ ചെറിയ ബോട്ടിൽ ഷിപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇനി ഇത് കഴിച്ചിട്ടാണ് ഗൈസ്. ഇത് 350 രൂപയുടെ വെള്ളം, 1/2 ലിറ്റർ വെള്ളം 350 രൂപയാണ് ഇവിടെ. ഇവിടെയൊക്കെ എങ്ങനെയാണ് വെള്ളം മേടിക്കണമെങ്കിലും 300-400 കൊടുക്കണം. ഇതാണ് പ്രശ്നം. കുഴപ്പമില്ല, നമുക്ക് വേറെ മാർക്കും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ, മേടിക്കാൻ തന്നെ, വേറെ മാർഗ്ഗമില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു, ഏറെക്കുറെ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നേരെ ട്രെയിനിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് തിരിക്കുക ഇവിടുന്ന്. കഴിച്ചപ്പോൾ 1 ലാസ്റ്റ് ടൈം നമ്മൾ ആംസ്റ്റർഡാമിനോട് വിട പറയാനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. നേരത്തിന് നമ്മൾ ആംസ്റ്റർഡാമിൽ നിന്ന് പോവും. സൂര്യാസ്തമയമായി, സൂര്യൻ പോയി തുടങ്ങി. സമയം ഏകദേശം 8:45. പക്ഷെ സൂര്യൻ പോയില്ല. സൂര്യൻ പോയി, പക്ഷെ ലൈറ്റ് പോയിട്ടില്ല. 8:45 സമയം. പക്ഷെ നമ്മുടെ ഇവിടെ ജർമ്മനിയിൽ 8:45 ആകുമ്പോഴത്തേന് ഇരുട്ടാവും. പക്ഷെ ഇവിടെ ഇരുട്ടായില്ല. വേറെ കൺട്രി ആണല്ലോ. അപ്പോൾ നമ്മുടെ 3ാമത്തെ കൺട്രിയുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കാനായിട്ട് കുറച്ച് നേരം കൂടി ഉള്ളൂ. അപ്പം തന്നെ നമ്മൾ തിരിച്ച് ജർമ്മനിയിലേക്ക്. അപ്പോൾ നമ്മൾ വെളുപ്പിനാന്ന് തോന്നുന്നു അവിടെ എത്തുന്നത്. വെളുപ്പിന് എത്ര മണിയാകുമ്പോൾ എത്തും അവിടെ. അപ്പോൾ ഇപ്പോൾ നേരെ ബസ്സിൽ കയറിയിട്ട് കാണാം, അല്ലെങ്കിൽ ബസ്സിൻ്റെ അവിടെ എവിടെയെങ്കിലൊക്കെ എത്തുമ്പോൾ കാണാം. ഓക്കെ. പക്ഷെ അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നമ്മുടെ സാരഥി ജോബിൻ, എന്താണ് ഈ നിമിഷം നിങ്ങൾക്ക് പറയാനുള്ളത്? സന്തോഷം നിർഭലമായ ഒരു നിമിഷമായിട്ടാണ് എനിക്ക് ഇതിനെ കുറിച്ച് കണക്കാക്കപ്പെടുന്നത്. നിങ്ങളെ കാണാൻ പറ്റിയല്ലോ, പ്രമുഖ യൂട്യൂബർ, പ്രമുഖ ബ്ലോഗർ, മനോരമ കഴിവുള്ള പല യുവജന പ്രസ്ഥാനങ്ങളെ കാണാൻ പറ്റും. അത് ജർമ്മനിയില്, അതും ജർമ്മനിയിൽ കണ്ടൂലോ. അയ്യോ അവനുണ്ട്. ഓക്കെ, നമ്മുടെ ബസ്സിലുള്ള ഒരാളുടെ ബർത്ത്ഡേ ഇന്ന് നാളെയൊക്കെ ആയിട്ട് കുറേ പേരുണ്ട്. എല്ലാവരുടെയും കേക്ക് പോലും പരിപാടികളൊക്കെയാണ് അവിടെ നടക്കുന്നേ. കാണത്തില്ല, ഇരുട്ടായോണ്ട്. ഇപ്പോൾ നമ്മളവിടെ നിന്ന് തിരിച്ചു. നേരെ നമ്മൾ തിരിച്ച് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോവാം. അവിടെ ഏകദേശം ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ടണലിനുള്ളിൽ കൂടെയാണ്. പക്ഷേ ടണൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലാണ് പുഴ ഒഴുകുന്നത്. അതായത് ഈ പുഴയുടെ അടിയിൽ കൂടെ ടണൽ പണിതിട്ടാണ് നമ്മൾ അതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടെയാണ് പുഴ ഒഴുകുന്നത്. ഇപ്പോൾ പുള്ളി പറഞ്ഞു തന്നെ കേട്ടോ, പുള്ളി പറഞ്ഞു തന്നെ ഈ പുള്ളി അവിടെ കേക്ക് മുറിച്ചോണ്ടിരിക്കുക. കാണുന്നില്ല. നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് കൊളോൺ എത്തി തിരിച്ചു വന്ന്. അപ്പോൾ അവിടെ കൊളോണിൽ നിന്ന് കയറിയവരിപ്പോൾ ഇവിടെ ഇറങ്ങുവാണ്. ഏകദേശം കുറച്ച് 8 പേര് 6-7 പേരുണ്ട്. എത്ര പേരുണ്ട്? 7 പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ബൈ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ രാത്രി നിർത്തിയിരുന്ന കാര്യം. ഇവിടെ തന്നെ അവരെ ഇറക്കി വിടുവാണ് ഇപ്പോൾ. അവരിറങ്ങിയിട്ട് ഇനി ഒന്നാണ് ഇങ്ങനെ നടക്കണം. പോലെ അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞു. നമ്മൾ എല്ലാവരുടെ യാത്ര പറഞ്ഞു പോകുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു അല്ല ജയന്തി, താങ്ക് യു. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇവരോടെയാണ് നമ്മൾ വന്നേ. ബൈച്ച യാത്രയെ ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും.
ഇവരുടെ പുതിയ പുതിയ ട്രിപ്പ് അടുത്ത മാസം 15-ാം തീയതി, അതായത് മെയ് 15-ാം തീയതി പാരീസിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അവർ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഓക്കെ എന്നാൽ അപ്പോൾ അടുത്ത യാത്രയ്ക്ക് കാണാം. ബൈ ബൈ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. എല്ലാം അടിപൊളിയായിരിക്കും. അടിപൊളി ട്രിപ്പായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നേരെ ബാനോഫിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ഫർട്ട് ഹൗസ് ബാനോഫിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ട്രെയിൻ വരുന്നത് 5-5:15. ഇപ്പോൾ സമയം 4:30 ആവുന്നുള്ളൂ, 4:30 കഴിഞ്ഞുള്ളൂ. എത്ര നേരം, ശരിക്കും 4 മണിയായപ്പോൾ വന്നേ ഇവിടെ. ഇനിയിപ്പോൾ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം. അവർക്കൊക്കെ ട്രെയിൻ 6 മണി ആയിട്ടുള്ളൂ. 2 മണിക്കൂർ. ചേട്ടൻ എപ്പോഴാണ് ട്രെയിൻ? 6:30. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ 6:30. എനിക്കാണ് പിന്നെ നേരത്തെ ഉള്ളൂ. പക്ഷേ ഞാൻ അവിടെ പോയി കൈസർലോട്ടണിൽ പോയി, അല്ല മൻഹൈമിൽ പോയിട്ട് 36 മിനിറ്റ് അവിടെ എനിക്ക് ട്രാൻസ്ഫർ ഉണ്ട്. 36 മിനിറ്റ് ഞാൻ അവിടെ പോയി കുത്തിയിരിക്കണം. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ ഒന്നാമതായിരുന്നു ഞായറാഴ്ച, അതുകൊണ്ട് ട്രെയിനും ഉണ്ടാകത്തില്ല. ഇതൊക്കെയാണ് പ്രശ്നം. കുഴപ്പമില്ല. ഓക്കെ, ട്രെയിനിൽ കയറിയിട്ട് കാണാമെന്ന്. ഡെക്സ് ബൈക്ക് അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ട്രെയിൻ കണ്ടുപിടിച്ചു, ട്രെയിൻ വന്നു. പക്ഷേ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കണം, അതാണ് വേറെ പ്രശ്നം. എന്നാലും കുഴപ്പമില്ല. മോളിൽ പോയിരിക്കുക അല്ലേ? മോളിലിരുന്നാലാടാ ഭംഗി, വിഷ്വൽ ക്ലാരിറ്റി. ഭാഗ്യം ഇവിടെ ഇല്ല. എടാ അങ്ങനെയാണ് നമുക്ക് ബെക്സ് ബൈക്ക് പോവാൻ. പേടിക്കില്ലേ? അപ്പോൾ ട്രെയിനിൽ കയറിയിരുന്നു, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇവരിപ്പോൾ തന്നെ ഇറങ്ങി പോകും. അതാണ് വേറെ രസം. ഓക്കെ, ഇനി എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. അപ്പോൾ ട്രെയിനിൽ കയറി അവിടെ മൻഹൈമിൽ വന്ന് 10-35 മിനിറ്റ് ഇരുന്ന് പിന്നെ അവിടുന്ന് അടുത്ത കൈസർലോട്ടണിലേക്കുള്ള വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മഴയായിരുന്നു തോന്നുന്നു. മൊത്തം കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മുകളിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇടയ്ക്കിടെ കാണാൻ നമ്മുടെ നാടൊക്കെ പോലെ. അതായത് ഇടുക്കിയിൽ എൻ്റെ വീടിൻ്റെ അവിടേക്ക് ഇങ്ങനെ രാവിലെ മഴ പെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. മറ്റേ മഞ്ഞൊക്കെ ആയിട്ട് ഇവിടെ ആ ഒരു ഇത് കണ്ടില്ല. ഇവിടെ കാട്ടിക്കൂടെയൊക്കെ ഇവിടെ ലൈറ്റ് കുറവായിട്ട് അങ്ങനെ കാണുന്നില്ല. നല്ല രസമുണ്ട് കാണാൻ. മഴയായിരുന്നു ഇവിടെ, മൊത്തം മഴ പെയ്ത് കിടക്കും. ഒരു ടണലിൽ കയറി. ഇനിയിപ്പോൾ എന്തായാലും 1 മണിക്കൂർ വേണ്ട, 3/4 മണിക്കൂർ എടുക്കും വീട്ടിൽ ചെല്ലണമെങ്കിൽ, റൂമിലേക്ക് ചെല്ലണമെങ്കിൽ. പക്ഷേ ഈ ട്രെയിൻ ലേറ്റാണ് താനും. ട്രെയിൻ ശരിക്കും 59-നാണ് ചെല്ലേണ്ടത് കൈസർലോട്ടണിൽ. പക്ഷേ 8:07 ചെല്ലത്തുള്ളൂ. 7:59 ചെല്ലേണ്ടത് 8:07 ചെല്ലത്തുള്ളൂ. അതുകൊണ്ട് അത്ര നേരം ഇവിടെ ഇതിൻ്റെ അകത്തിരിക്കണം. പക്ഷേ ആ ട്രെയിൻ എനിക്ക് അവിടെ നിന്ന് കിട്ടേണ്ട ട്രെയിൻ അവിടെ നിന്ന് എനിക്ക് കിട്ടില്ല. അത് അവിടെ 4 മിനിറ്റേ ഉള്ളൂ. ഇത് 7 ചെല്ലത്തുള്ളൂ. അത് 8:04 ആ ട്രെയിൻ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതെന്തായാലും കിട്ടില്ല. ഇപ്പോൾ 8:30 ഒരു ട്രെയിൻ ഉണ്ട്, അതെടുത്ത് അത് കയറി പോകേണ്ടി വരും. കൈസ്, അപ്പോൾ ഞാൻ റൂമിൽ വന്നായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ കുളിച്ച് ഒരു റൗണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞു. ഇതന്നെ എടുത്തിട്ട് ഇപ്പോൾ സാധനം മേടിക്കാൻ പോകുക കഴിക്കാനായിട്ട്. ഇനി ഞായറാഴ്ചല്ലേ, പിന്നെ റൂമിലൊന്നും ഇരിക്കില്ല. അതുകൊണ്ട് പോയി 2 ഡോണറോ പിസ്സ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ ഓർത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വ്ളോഗെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചാവോ.